മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വലിയ തോൽവിയിൽ നിന്ന് കരകയറുവാനുള്ള തത്രപ്പാടിലാണ് മഹാവികാസ് അഘാഡി അഥവാ ഇന്ത്യ സഖ്യം. ഇനി മുന്നിലുള്ളത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. അതിനു മുന്നേ തന്നെ മുന്നണിക്കുള്ളിലെ അസ്വാരസ്യങ്ങൾ മയപ്പെടുത്തണമെന്നൊരു ലക്ഷ്യമാണ് NCP, ശിവസേന, കോൺഗ്രസ് പാർട്ടികൾക്കുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൈവരിച്ച മിന്നും വിജയം ഇപ്പോഴും കോൺഗ്രസിന് മഹാരാഷ്ട്രയിൽ സാധ്യതകളുണ്ട് എന്ന കാര്യമാണ് അടിവരയിട്ട് പറയുന്നത്. എന്നാൽ തൊട്ടു പിന്നാലെ എത്തിയത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സകല പ്രതീക്ഷകളും അട്ടിമറിക്കപ്പെട്ട് മഹാവികാസ് അഘാഡി വലിയ തോൽവി ഏറ്റുവാങ്ങിയതാണ്. 50-ന് അപ്പുറം MLA-മാരെ മഹാരാഷ്ട്രയിൽ നിന്ന് വിജയിപ്പിക്കാൻ ഈ സഖ്യത്തിന് സാധിച്ചിരുന്നില്ല. ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയം നേടി മഹായുതി മുന്നണി അവിടെ സർക്കാരുമുണ്ടാക്കി. എന്തായാലും കഴിഞ്ഞ കാലത്തെ തിരിച്ചടികൾ മറന്ന് മറ്റൊരു തിരിച്ചുവരവാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലൂടെ കോൺഗ്രസ് ലക്ഷ്യം വയ്ക്കുന്നത്. ഇതിന്റെ മുന്നോടിയായി തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കോൺഗ്രസ് മഹാരാഷ്ട്ര അധ്യക്ഷൻ നാനാ പട്ടോളെ രാജിവെച്ചിരുന്നു. അധ്യക്ഷന്റെ രാജി കോൺഗ്രസിനുള്ളിൽ ഒരു തിരിച്ചുവരവിന്റെ തോന്നലുകൾ ഉണ്ടാക്കുമെന്നാണ് ഏവരും കരുതിയത്. എന്നാൽ വലിയ പൊട്ടിത്തെറിയിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. മറ്റൊന്നുമല്ല, കാരണം മഹാരാഷ്ട്ര കോൺഗ്രസിന്റെ പുതിയ അമരത്തേക്കെത്തിയ നേതാവിനെ ചൊല്ലിയാണ് പാർട്ടിക്കുള്ളിൽ ഭിന്നത രൂക്ഷമായത്. ഹർഷവർദ്ധൻ സബ്കലാണ് പുതിയ മഹാരാഷ്ട്ര അധ്യക്ഷൻ. കോൺഗ്രസ് ഏറ്റവും വെല്ലുവിളി നേരിടുന്ന ഘട്ടത്തിൽ പ്രാദേശിക നേതാക്കൾക്ക് പോലും അറിയാത്ത ഹർഷവർദ്ധൻ സബ്കലിനെ എന്തിനധ്യക്ഷനാക്കി എന്ന ചോദ്യമാണ് ഉയർന്നു കേൾക്കുന്നത്. ഈ നേതാവിനെ സംസ്ഥാന അധ്യക്ഷനാക്കിയതിൽ പാർട്ടിയിൽ ഒരു വിഭാഗത്തിന് അതൃപ്തിയുണ്ടെന്നും ഇത് വലിയ പൊട്ടിത്തെറികൾക്ക് വഴിവെക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ എന്ന വാർത്തകളാണ് മഹാരാഷ്ട്രയിൽ നിന്ന് പുറത്തു വരുന്നത്. പാർട്ടിയെ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചെത്തിക്കാനും ഭരണപക്ഷത്തെ വെല്ലുവിളിച്ച് ശക്തമായ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകാനും ശേഷിയുള്ള കരുത്തരായ നേതാക്കളെ ആവശ്യമുള്ളൊരു സന്ദർഭത്തിലാണ് അധികം അറിയപ്പെടാത്ത സബ്കലിനെ നിയോഗിച്ചിരിക്കുന്നത് എന്നതാണ് വിമർശനം. മുതിർന്ന നേതാക്കളുമായുള്ള മെച്ചപ്പെട്ട ഏകോപനത്തിനും സംഘടനയെ കെട്ടിപ്പടുക്കാനും ഫണ്ട് സ്വരൂപിക്കാനും ശേഷിയുള്ള കരുത്തുറ്റ നേതാവ് അധ്യക്ഷ സ്ഥാനത്തെത്തുമെന്ന് പ്രതീക്ഷിച്ച വലിയ വിഭാഗം പ്രവർത്തകർക്കും പുതിയ സംസ്ഥാന അധ്യക്ഷനെ കുറിച്ച് അധികം അറിവില്ല എന്നതാണ് പുതിയ ആരോപണം. നാഗ്പൂരിനടുത്ത് ബുൾഡാനയിൽ നിന്നുള്ള മുൻ MLA-ആയ ഹർഷവർദ്ധൻ സബ്കലിന് മുംബൈയിൽ കാര്യമായ പ്രവർത്തന പരിചയമേയില്ല. രാജീവ് ഗാന്ധി പഞ്ചായത്ത് രാജ് സംഘടന എന്ന പ്രസ്ഥാനത്തിന്റെ ദേശീയ അധ്യക്ഷനും AICC സെക്രട്ടറിയുമാണ് സബ്കൽ. ശരത് പവാർ, ഉദ്ധവ് താക്കറെ എന്നിവരടക്കം തലയെടുപ്പുള്ള സഖ്യകക്ഷി നേതാക്കൾക്കൊപ്പം നിൽക്കാൻ കരുത്തനല്ല ഈ പുതിയ സംസ്ഥാന അധ്യക്ഷൻ എന്നും വലിയ വിമർശനമുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വൻ പരാജയത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അധ്യക്ഷ സ്ഥാനം രാജിവെച്ച നാനാ പട്ടോളയ്ക്ക് പകരം അതേ ലെവലിലുള്ള മറ്റൊരു നേതാവ് എത്തുമെന്നുമാണ് ഏവരും പ്രതീക്ഷിച്ചത്. ആ സ്ഥാനത്തേക്കാണ് ഹർഷവർദ്ധൻ സബ്കൽ അപ്രതീക്ഷിതമായി കടന്നു വന്നത്. സബ്കൽ മഹാരാഷ്ട്ര അധ്യക്ഷനായി എന്ന വാർത്ത കേട്ട് താൻ ഞെട്ടിപ്പോയി എന്ന് മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ പൃഥ്വിരാജ് ചൗഹാൻ തന്നെ പ്രതികരിച്ചു. സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് ഹൈക്കമാൻഡ് ഉദ്ദേശിച്ചിരുന്ന നേതാക്കളെല്ലാം വിമുഖത കാട്ടിയതാകാം ഇത്തരമൊരു തീരുമാനത്തിന് കാരണമെന്നും നേതാവ് പറയുന്നു. അതായത് മഹാരാഷ്ട്രയിലെ കോൺഗ്രസ് അധ്യക്ഷ പദവി എന്നതിന് വലിയ വിലയില്ലെന്നും മറ്റു നേതാക്കന്മാർ പിന്മാറിയതോടെയാണ് രണ്ടാം നിരയിൽ നിന്നൊരാളെ അധ്യക്ഷനാക്കിയത് എന്നുമുള്ള വിമർശനമാണ് ഇപ്പോൾ നേതാക്കൾ പോലും ചൂണ്ടിക്കാട്ടുന്നത്.